ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സും ക്ലീനിങ് ടിപ്സും ഞാൻ കാണിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അത് പുതിയതായിട്ട് തോന്നാം. അപ്പോൾ വീഡിയോ ഏതൊക്കെയാണ് ആ ടിപ്സുകൾ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹോട്ട് പോട്ട് ഹോൾഡർ. ഇത് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. സിലിക്കൺ മെറ്റീരിയലാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇത് നമുക്ക് സ്റ്റൗവിൽ തീ കത്തിക്കുന്ന സമയത്ത് പാത്രങ്ങൾ എടുക്കാൻ മാത്രമല്ല, എയർ ഫ്രയറിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് പറയുന്നത്. അത് തുണി ഏത് തരാവട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ടവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നേരെ പകുതിയായിട്ടൊന്ന് മടക്കുക. ഇനി അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ടൊന്ന് പകുതി വെച്ചിട്ട് മടക്കുക. ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതായി കിട്ടിയിട്ട് അത് മിഡിലേക്കായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഫോൾഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നേരെ മുകളിലേക്കായിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ മുകളിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അത് താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം അതിനുള്ളിലേക്കായിട്ടൊന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ട് തോന്നും. അത് തിക്കായിട്ടുള്ള, ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു കിച്ചൺ ടവലാണ്. ആദ്യമൊക്കെ മടക്കുന്ന സമയത്ത് ഒത്തിരി പ്രയാസം പോലെ തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാനിത് അതിനുള്ളിലേക്കായിട്ടൊന്ന് ആ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ മറിച്ച് നമുക്ക് അത് സ്പ്ലിറ്റായിട്ടിരിക്കുന്ന പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൈയുള്ളിലേക്കായിട്ട് കടത്തിയിട്ടിട്ട് നമുക്ക് ചൂടുള്ള സാധനങ്ങൾ പിടിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹോട്ട് പോട്ട് ഹോൾഡർ. അപ്പോൾ നമുക്ക് കിച്ചൺ ടവൽ ഉപയോഗിച്ച് മാത്രമല്ല, പഴകിയ ടോപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുണിയുടെ കഷ്ണങ്ങൾ, ലുങ്കിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പീസസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, സവാളയൊക്കെ നമ്മൾ ഷോപ്പുകളിൽ നിന്നും വാങ്ങി അതേ കവറിൽ തന്നെ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ അതിൽ മുള വരാം, അതുപോലെ കേടുവന്ന് ചീഞ്ഞു പോകാം. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നും വാങ്ങിയ ഉടനെ തന്നെ ഒന്നില്ലെങ്കിൽ നല്ല തുറന്ന സ്ഥലത്ത് നമ്മൾ ഇത് അഴിച്ച് വയ്ക്കുക. ഇനി അതല്ല, സ്ഥലത്തിൻ്റെ പരിമിതിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കവറ് തന്നെ ഒന്ന് അഴിച്ചിട്ട് അതിലേക്ക് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ ചെറുതായിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സവാളയുടെ ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിലെ ആ ഒരു ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുകയും ഇനിയിപ്പോൾ ഈർപ്പം തട്ടാതെ സവാള കേടാകാതെ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് വിടാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, സാധാരണ നമ്മൾ മീൻ മുറിക്കുന്ന ഒരു കത്രിക, അത് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോയി ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് താൽക്കാലികമായിട്ട് ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലുള്ള സ്ക്രൂ ഡ്രൈവർ. അപ്പോൾ ആവശ്യത്തിന് മുമ്പായിട്ട് നമ്മുടെ ആ കത്രിക എടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ ഡ്രൈവറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച കൂടുന്നതാണ്. അപ്പോൾ ഈ ഒരു കത്രിക നമ്മൾ മീൻ വെട്ടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഒരാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ കത്രികയുടെ മൂർച്ച കൂടി കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫോണിൻ്റെ കവറൊക്കെ, അത് ചിലപ്പോൾ ഓയിലിലൊക്കെ, അത് പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഓയിലിലോ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കവറ് മങ്ങിയിരിക്കാറുണ്ട്. ഇനി ആ ഒരു മങ്ങൽ ഒന്ന് മാറ്റി ഒന്ന് തിളക്കത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. പെട്രോളിയം ജെല്ലി, വാസലിൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതൊരു തുള്ളി ഇതുപോലെ ഫിംഗറിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഫോണിൻ്റെ കവറിലേക്കും അതുപോലെ സ്ക്രീനിലേക്കായാലും നമുക്ക് അതിൻ്റെ തിളക്കമൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിത് മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ലെൻസിലായാലും അത് പെട്രോളിയം ജെല്ലി വെച്ച് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് ടിഷ്യൂ ഉപയോഗിച്ച് നന്നപോലെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ടിഷ്യൂ വെച്ചിട്ട് നമുക്കതൊന്ന് തുടച്ച് കളയാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മങ്ങിയൊക്കെ ഇരിക്കുന്ന
ഫോണൊക്കെ വെള്ളമൊന്നും നമുക്ക് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ക്രീനായാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഫോണായതുകൊണ്ട്, സ്ഥിരം ഉപയോഗിക്കുന്ന ഫോണായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊക്കെ ഉള്ള പാടുകളൊക്കെ നമുക്ക് ഈ രീതിയിൽ വാസലിൻ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, തുണികളൊക്കെ അലക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എപ്പോഴും കംഫർട്ട് ഉണ്ടാവണം എന്നില്ല. ഇനി കംഫർട്ട് ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ മറന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ ഇനി അഥവാ കംഫർട്ടൊക്കെ ഇട്ടിട്ട് അലക്കിയെടുത്താലും നമ്മളത് മടക്കിയൊക്കെ വെച്ച് പിന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത്, അയൺ ചെയ്യാനെടുക്കുന്ന സമയത്തൊന്നും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ലും അതുപോലെ തുണികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത്. അയൺ ചെയ്യുന്ന ഒരു അയൺ ബോക്സിലേക്ക് നമ്മൾ അല്പം, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം കംഫർട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലാണ് ഈ ഒരു വെള്ളത്തിന് കേട്ടോ. ഈ വെള്ളം നേരിട്ട് നമുക്ക് അയൺ ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ സാധാരണ അയൺ ബോക്സ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത സാധാരണ അയൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം. അതിനുശേഷം അയൺ ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വടിവൊത്ത, നല്ല ഫ്രഷ്നെസ്സോടുകൂടി, നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കിട്ടുന്നതാണ്. പുത്തനായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ഇത് വളരെ ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാത്റൂമും അല്ലെങ്കിൽ ടോയ്ലറ്റും ഒക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മഞ്ഞക്കറയൊക്കെ ഉണ്ടാവുമല്ലോ, കുഴൽ കിണറിൽ നിന്നൊക്കെ ഉള്ള വെള്ളം വരുന്നതാണെങ്കിൽ, ഹാർഡ് വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരം ഉണ്ടാവുന്ന ഒന്നാണ്. വെള്ള ക്ലോസറ്റുകളിൽ, അതുപോലെ വെള്ള വാഷ് ബേസിൻ, അതുപോലെ ബാത്ത് ടബ് ഉണ്ടാവുമല്ലോ, വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് പറയുന്നത്. ആദ്യം തന്നെ അല്പം വെള്ളം ഞാൻ ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 തുള്ളി, ആ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് 2 തുള്ളി ഉജാല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ബാത്ത് ടബിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലീൻ അല്ലാത്ത ക്ലോസറ്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിറ്റേന്ന് ഫ്ലഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് വെള്ള വസ്ത്രങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള ബാത്റൂമും ടൈലുകളും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.